നവോത്ഥാന ശില്പോദ്യാന ക്യാമ്പ് ശ്രദ്ധേയമാകുന്നു. കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം. ശരിക്കും പിന്നെ അല്ല. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിട്ട നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും അതിൽ നെടുനായകത്വം വഹിച്ച നേതാക്കളുടെയും സ്മരണ നിലനിർത്താൻ കേരള ലളിതകലാ അക്കാദമി കാനായി മീൻകുഴി ടൂറിസ്റ്റ് സെന്ററിൽ സംഘടിപ്പിച്ച 6 ദിവസത്തെ നവോത്ഥാന ശില്പോദ്യാന ക്യാമ്പ് ശ്രദ്ധ നേടുന്നു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ്, കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ കേരളത്തിലെ പ്രശസ്തരായ 12ഓളം ശില്പികളാണ് കോൺക്രീറ്റിൽ 7 അടി വരെ ഉയരമുള്ള 12ഓളം ശില്പനിർമ്മാണം നടത്തിയത്. നവോത്ഥാന കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വി.ടി. ഭട്ടതിരിപ്പാട് തുടങ്ങിയ പ്രമുഖരെയും തോൽവിറക് സമരം, മാറുമറക്കൽ സമരം തുടങ്ങിയ വിവിധ സമരങ്ങളുടെ ചരിത്ര സംഭവ മുഹൂർത്തങ്ങളെയും ശില്പങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് കലാകാരന്മാർ. കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം ഉണ്ണീഖാനായി വിദ്യാർത്ഥികൾക്ക് ശില്പനിർമ്മാണത്തിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അറിവ് നൽകി. വരും തലമുറക്ക് ഇത് ഒരു നവോത്ഥാന ശില്പോദ്യാനമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും കലാപ്രേമികളും ശില്പനിർമ്മാണം കാണാൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. ക്യാമ്പ് 5-ന് നാളെ സമാപിക്കും. മുൻ MLA TV രാജേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നിരവധി പ്രമുഖ വ്യക്തികളും സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അല്ല, ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞേ. അത് പറ. ഇപ്രാവശ്യം വീട് പണി പൂർത്തിയാക്കണമെന്ന് വിചാരിച്ചിനി. പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന്? അത്രേ ഇല്ലൂ. അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആടെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര, കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം. ശരിക്കും പിന്നെ അല്ല. ഇപ്പം കണക്ക് ശരിയായ ഏത് കുറുമ്പടിയിലെ മുതലാളി. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.